വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇൻചോർജ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ മത്സരാർത്ഥികളെ ഒന്ന് പരിചയം. സ്ഥലം എന്ത് ചെയ്യുന്നു ഇപ്പോ? എന്താ നേഴ്സാ? ഇപ്പൊ നാട്ടിൽ വന്ന സമയം എല്ലാവരും ഒരു ഫാമിലി അല്ലേ? ചേട്ടൻ ചേച്ചിയുടെ ആരാ? ഇത് ഹസ്ബൻഡ്, ഇത് വൈഫ്, ഈ ഒരു ഫാമിലിയിലുള്ള. പേരെന്താ? ശ്രീഹരി അല്ലേ? എന്ന് പറയാത്തെ ചേച്ചിയുടെ. ഓക്കെ, ഇപ്പോൾ എല്ലാവരെയും ചെറിയ രീതിയിൽ പരിചയപ്പെട്ടു. ഇനി വലിയ രീതിയിൽ നമുക്ക് പതുക്കെ പരിചയപ്പെടാം. ഞാൻ ചോദിക്കുന്നത് 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഇഞ്ചോടിഞ്ച് എന്നാണ് പ്രോഗ്രാമിന്റെ പേര്. അപ്പോൾ 20 സെക്കൻഡിനുള്ളിൽ അറിയാവുന്ന ആൻസർ പറയണം. എന്ത് ആൻസർ ഉണ്ടെങ്കിലും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്, പറയണം. ഓക്കെ, ഞാൻ മാത്രമേ കേൾക്കത്തുള്ളൂ. എഡിറ്റ് ചെയ്താണ് പ്രോഗ്രാം ഇടുന്നത്, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഏറ്റവും കൂടുതൽ ആരാണോ പറയുന്നത് അവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ വിജയി. ഇത്രയേ ഉള്ളൂ. 4 പേരും കട്ടയ്ക്ക് നിന്ന് മത്സരിച്ചു പോകണം, ഇൻഡിവിജ്വലായിട്ട്. ഒരാൾ അങ്ങോട്ട് നോക്കി ആൻസർ നോക്കുന്നു. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിങ്ങൾ എന്നെ ഒന്ന് കണ്ടാൽ നിങ്ങൾ 2 ആകും. എളുപ്പമുള്ള ക്വസ്റ്റ്യനാ. നിങ്ങൾ എന്നെ ഒന്ന് കണ്ടാൽ മതി, അപ്പോഴേ നിങ്ങൾ 2 ആകും. കണ്ണാടി കറക്റ്റ് ആൻസറാണ്. കണ്ണാടി കറക്റ്റ് ആൻസർ. അപ്പോൾ നല്ലൊരു ക്ലാപ്പ് കൊടുക്കും. അപ്പോൾ ആൻസർ കണ്ണാടിയാണ്. ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു സായിപ്പ് കടയിൽ കയറിയിട്ട് 44 ബനാന എന്ന് പറഞ്ഞു. കേട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇപ്പോൾ കടക്കാരൻ 44 ബനാന എടുത്തു കൊടുത്തു. അപ്പോൾ സായിപ്പ് അടിച്ചു കടക്കാരനെ. കാരണം 44 ബനാന എന്നാണ് പറഞ്ഞത്. അറിയത്തില്ല. ചേട്ടൻ സുല്ലിട്ടു. അടുത്താള്. ഒരു സായിപ്പ് കടയിൽ കയറിയിട്ട് 44 ബനാന എന്ന് പറഞ്ഞു. കടക്കാരൻ 4 ചായ 4 ബനാന. കറക്റ്റ് ആൻസർ. 44 കയറി പിടിച്ചു അല്ലേ? ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ ആണ്. രണ്ടുപേരും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വെള്ളം കുടിച്ചാൽ മരിക്കുന്നത് ആരാണ്? വെള്ളം കുടിച്ചാൽ അപ്പോഴേ മരിക്കും. ആരാണ്? അടുക്കളയിലൊക്കെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന സാധനമായത്. ഗ്യാസ് സ്റ്റൗ. അതായിട്ട് കണക്ട് ചെയ്ത് തീ കറക്റ്റ്. ക്ലൂ ആ ചേട്ടനാണ് തന്നത്. ചേച്ചി ആൻസർ പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്തിനു വന്നു എന്ന് ചോദിക്കുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ ഈ ട്രിവാൻഡ്രം ആണ്. എന്തിനു വന്നു എന്ന് ചോദിക്കുന്ന സ്ഥലം. എന്തിന് വന്നു എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചു നോക്കിയാൽ മതി. ആ പ്യുവർ ഇംഗ്ലീഷ് ചോദിക്കുമ്പോഴത്തേക്ക് എന്തിന് എന്നുള്ളതിന് ഒരു വേർഡുണ്ട്, വന്നു എന്നതിനൊരു വേർഡുണ്ട്. അത് രണ്ടും കൂടെ എടുത്ത് കണക്ട് ചെയ്ത് അങ്ങ് പറഞ്ഞു നോക്കിയാൽ ചിലപ്പോൾ കിട്ടും സ്പീഡിങ്. ആൻസർ അറിഞ്ഞോണ്ട് പറഞ്ഞതാണോ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ. എപ്പോഴും നനഞ്ഞിരിക്കുന്ന ഒരു നമ്പർ ഉണ്ട് എന്നറിയോ? എപ്പോഴും എപ്പോഴും നനഞ്ഞിരിക്കുന്ന ഒരു നമ്പർ. 9 അല്ല, 9 തിരിച്ചിട്ടാ കിട്ടും. 6 കറക്റ്റ് ആണ്. 6 എപ്പോഴും നനഞ്ഞല്ലേ ഇരിക്കത്തുള്ളൂ. 6 കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ എല്ലാവരും ഓരോ ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. പെണ്ണുങ്ങൾ വാ പൊത്തുന്നത് എന്തുകൊണ്ട്? ഇവിടെ 2 പെണ്ണുങ്ങളുണ്ട്. അവർ വാ പൊത്തണം എന്തുകൊണ്ടെന്ന് ആലോചിച്ചു. കൈയുണ്ട്. ചേട്ടൻ പറഞ്ഞ ഉറക്കം വരുമ്പോൾ 2 ക്വസ്റ്റിന്റെ ആൻസർ, 3 ക്വസ്റ്റിന്റെ ആൻസർ ആയി ഇവിടെ. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. ചായ തരുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ്? മൈ ഗോഡ്, പഠിച്ചു വെച്ചിട്ട് വന്നിട്ട്. 4 ക്വസ്റ്റിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. കണ്ണിന്റെ സഹോദരൻ ആരാണ്? എല്ലാവർക്കും ഉണ്ട് ഈ സാധനം. കണ്ണിന്റെ സഹോദരൻ. അപ്പോൾ ആർക്കാണ് ഒരാള് പുരികം പറഞ്ഞുള്ള ഐബ്രോ പറഞ്ഞു. സത്യത്തെ ഐബ്രോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ചേട്ടനാണ് ആദ്യം പറഞ്ഞത് പുരികം. കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, അതിങ്ങനെ പുരികം എന്ന് പറയാനുള്ള കാരണം എനിക്ക് തോന്നി എപ്പോഴാണ് രണ്ടുപേരും അടുത്തടുത്തിരിക്കുന്നതുകൊണ്ട്. എങ്കിലും ഓക്കെ, കറക്റ്റ് ആൻസർ ആയിട്ട് എടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. കണ്ണില്ലാതെ കരയുന്നത് ആരാണ്? കണ്ണില്ലാതെ കരയുന്നത് ആരാണ്?
കരയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില സമയത്തൊന്ന് കരഞ്ഞിരുന്നെങ്കിൽ മഴ. അപ്പൊ കണ്ണില്ലാതെ കരയുന്ന ആരാണ്? അല്ല, മഴ. ആകാശത്തുള്ള സാധനം പറയൂ. മേഘമാണ്. പക്ഷെ മഴ എന്ന് പറഞ്ഞതുകൊണ്ട് ചേട്ടൻ മഴ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരൊറ്റ ക്വസ്റ്റ്യനേ ഉള്ളേ. വെളിച്ചം എന്നെ നശിപ്പിക്കും, ആരാണ് ഞാൻ? കറക്റ്റ് ആൻസർ. യെസ്. അപ്പോൾ ഇവിടെ 4 ക്വസ്റ്റ്യനായല്ലേ ആൻസർ പറഞ്ഞത്? അതെ, 4 ക്വസ്റ്റ്യൻ്റെ ആൻസറായി. അവിടെ 3 ക്വസ്റ്റ്യനായി. കിട്ടിയാൽ ഒരു ഫാമിലിയിലേക്കാണ് പോകുന്നതല്ലേ ഗിഫ്റ്റ്. ഓക്കെ, ചേച്ചിയുടെ പേരെന്തായിരുന്നു? ചിന്നു. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയ് ചിന്നു ചേച്ചിയാണ്. ചേച്ചിക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന് ചെറിയൊരു സ്നേഹോപകാരം. ദുബായിക്ക് പോകുന്നപ്പോൾ എൻ്റെ ഒരു ചെറിയ അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.